നമസ്കാരം. നമസ്തേ. തത്വമയി ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് ഏവർക്കും പ്രഭാഷകനും ചിന്തകനുമായ KV രാജശേഖരൻ സാറുമായിട്ടുള്ള മറ്റൊരു കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നിരവധി വിഷയങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ട്. അത് പല ഭാഗങ്ങളായിട്ടായിരിക്കും തത്വമയി ന്യൂസ് സംപ്രേഷണം ചെയ്യുക. അതിലാദ്യത്തെ വിഷയം ജെൻസി കലാപമാണ്. ജെൻസി സമരമെന്ന് വേണമെങ്കിൽ അതിൻ്റെ അനുഭാവികൾക്ക് പറയാം. അദ്ദേഹത്തോട് ചില പ്രത്യേക ചോദ്യങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചോദിക്കുവാൻ ഇടയില്ലാത്ത അല്ലെങ്കിൽ മടിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഒരു സംശയ നിവാരണമാണ് ആദ്യത്തെ പദ്ധതി. അപ്പോൾ നേരെ അദ്ദേഹത്തിലേക്ക് പോകാൻ ഞാൻ നീട്ടി വലിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി നമസ്കാരം സാർ, സ്വാഗതം. സാർ, ഈ ജെൻസി സമരം ഇപ്പോൾ ഈ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പ്രതികരണങ്ങളും അതിൻ്റെ ഒരു പ്രതിധ്വനികളും ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ലോക്സഭയിലെല്ലാം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തെ ആദ്യമായി താങ്കൾ എങ്ങനെ കാണുന്നു? ഇതൊരു ജെൻസി സമരം തന്നെയായിരുന്നു, കലാപമായി മാറി എന്നൊക്കെ വിമർശകർ പറയുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈ സമരം തുടങ്ങുവാനുള്ള കാരണം, അത് അവസാനിച്ച രീതി, ഈ സമരം വിജയമായിരുന്നോ പരാജയമായിരുന്നോ? അങ്ങ് തന്നെ RPയുമായിട്ടുള്ള ചർച്ചയിൽ ഇതിൻ്റെ ഒരു ഭാഗം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പരിണാമം എങ്ങനെയായിരിക്കും, ഇനി എങ്ങനെയായിരിക്കും ഇത് വികസിച്ച് പോകുന്നത്, എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസാനം എന്നുള്ളത് അങ്ങ് ഒരു തരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാലും നമ്മുടെ ചർച്ചയുടെ ആമുഖമായിട്ട് അതൊന്ന് ചുരുക്കി പറയാമോ? നമ്മൾ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പം ആ വിഷയത്തെക്കുറിച്ച് ഭാരതത്തിലെ ബൗദ്ധിക രംഗത്തെ പ്രമുഖരായ പലരും എന്താ പറഞ്ഞതെന്ന് അന്വേഷിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ അന്വേഷിച്ചാൽ ഉത്തരം തരുന്നൊരു വ്യക്തിയാണ് S. ഗുരുമൂർത്തി. ഭാരതീയ പക്ഷത്ത് നിന്നുകൊണ്ട് വളരെ ഗഹനങ്ങളായ വിഷയങ്ങളെയും ആനുകാലിക വിഷയങ്ങളെയും ആധികാരികമായിട്ട് വിശകലനം ചെയ്യുന്ന അദ്ദേഹം ജെൻസി കലാപത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ എൻ്റെ വാക്കുകളിൽ കൂടെ പ്രതിഫലിക്കുകയാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ആണ് എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ആദ്യം നമ്മൾ പരിഗണിക്കേണ്ട വിവരം എന്താണ് ഈ ജെൻസി. ഭാരതത്തിലെ ജെൻസി അടുത്ത തലമുറയെ പ്രതിനിധീകരിക്കുന്നു, അവരുടെ ശബ്ദമാണെന്ന് അവകാശപ്പെടുന്ന ആ അവകാശം ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചതുപോലെ ഭാരതത്തിലെ പൊതുവിലുള്ള പുതുതലമുറയുടെ ശബ്ദമാണോ എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ പരിഗണനയ്ക്ക് എടുക്കേണ്ട ചോദ്യം. നമുക്കറിയാം, അവിടെ പാറ്റ പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പേരും പറഞ്ഞ് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഉൾപ്പെടെ സമരവും സമരാഭാസവും അതിനോടുൾപ്പെടെയുള്ള മറ്റ് പല സമര വൈകൃതങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ചോദ്യം അവിടെയല്ല, അതിനകത്ത് തന്നെ ഈ ജെൻസി എന്ന് പറയുന്ന ആ തലമുറയിൽപ്പെട്ട എത്ര പേരുണ്ടായിരുന്നു? മറ്റൊരു ചോദ്യം കൂടെ, ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോടിക്കണക്കിന് വരുന്ന പുതിയ തലമുറയുടെ യുവജനങ്ങളുടെ ശബ്ദം മൊത്തമാണോ അവിടെ പ്രകടമായത്? ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ചോദിക്കേണ്ടത്. നമുക്കറിയാം, തെരുവുകളിലെ സംഘർഷങ്ങളിൽ തെരുവുകളിൽ ശബ്ദമുണ്ടാക്കുന്ന ഗുണ്ടകളുടെ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട് പലയിടങ്ങളിലും. ആ തെരുവ് ഗുണ്ടകളുടെ ശബ്ദത്തെ പൊതുസമൂഹത്തിൻ്റെ ശബ്ദമായി തെറ്റിദ്ധരിക്കാൻ തുടങ്ങിയാൽ അവിടെ ആ നിരീക്ഷകരുടെയും പഠിതാക്കളുടെയും പരാജയം ആരംഭിക്കുന്നു എന്ന് വേണം കരുതാൻ. പച്ചയായിട്ട് പറഞ്ഞാൽ, തെരുവിൽ നിന്നുകൊണ്ട് എപ്പോഴും തെരുവിൽ കാലിഞ്ഞു നടക്കുകയും വഴിയെ പോകുന്നവരോട് വഴക്ക് വിലയ്ക്ക് വാങ്ങിക്കുകയും വേണ്ടാത്ത തെറ്റായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് പൊതുസമൂഹത്തിൻ്റെ പ്രതീകങ്ങൾ എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ, ഭാരതത്തിലെ വയലേലകളിൽ പണിയെടുക്കുന്ന, നമുക്കറിയാം, 10, 17, 18 വയസ്സ് കഴിയുമ്പം മമ്മട്ടിയും തൂമ്പയും ഒക്കെ എടുത്തുകൊണ്ട് കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യാൻ പോകുന്ന യുവജനങ്ങളുണ്ട്. ഭാരതത്തിൽ ഇന്നും ഇഷ്ടം പോലെയുണ്ട്, കോടിക്കണക്കിനുണ്ട്. മര്യാദയ്ക്ക് സ്കൂളുകളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. എന്തിന് ഇനി നീറ്റ് പരീക്ഷയിൽ പോലും
പരീക്ഷ എഴുതി പാസ്സായ കുട്ടികളോ ഇത്തവണ പാസ്സാകാൻ കഴിഞ്ഞില്ല, അടുത്ത തവണ ശ്രമിച്ചു നോക്കണമെന്നോ കരുതുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പഠിച്ച് പാസ്സായി കഴിഞ്ഞ വർഷം മറ്റോ വിദ്യാഭ്യാസം തുടങ്ങിയ കുട്ടികൾ, ഇവരിൽ എത്ര ശതമാനം, ഇവരിൽ എത്ര പേര് ഈ പാട്ടാ സമരത്തിന് വേണ്ടി ജന്തർ മന്ദറിലും ഡൽഹിയിലെ തെരുവേദികളിലും വന്നുവെന്നും അഴിഞ്ഞാടിയെന്നും കണക്കെടുത്ത് നോക്കുമ്പോഴാണ് ഈ പാട്ടാ സമരക്കാര് ഈ ജനങ്ങളുടെ ഭാഗമായ യുവജനങ്ങളുടെ നേർ പ്രതീകമാണെന്ന് ഒരിക്കലും പറയാൻ വയ്യ എന്ന് കൃത്യമായി വരുന്നത്. നമ്മളൊരു കാര്യം ഓർക്കണം, ഏതാണ്ട് 10-25 ദിവസം ശ്രമിച്ചിട്ടും 500 അല്ല 50ഓളം ദിവസങ്ങൾ ശ്രമിച്ചിട്ടും 500, 1000, 1500, 2000 അതിനൊക്കെ അപ്പുറം പോയിട്ടില്ല. അവസാനത്തെ സന്ദർഭത്തിൽ കുറെ അധികം ആളുകളെ ഓടിച്ചുകൂട്ടി. അതിനകത്ത് സ്വവർഗനുരായികളുണ്ട്, അതിനകത്ത് സ്ഥിരം കുറ്റവാളികളുണ്ട്, അതിനകത്ത് പലതരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദികള്, അങ്ങനെയുള്ള കൂട്ടര്, കൂടാതെ സ്ഥിരം സർക്കാരിനെതിരെയുള്ള ഏത് സമരത്തിനും പങ്കുചേരാൻ വേണ്ടി എവിടെയാണെങ്കിലും അവസരം നോക്കിയിരിക്കുന്ന ഐസ, SFI, AIYF, യൂത്ത് കോൺഗ്രസ്സുകാര്, ഇസ്ലാമിക തീവ്രവാദികളുടെ യുവജനപക്ഷം, ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ടു കഴിഞ്ഞു. എല്ലാവരും കൂടെ കൂടിയിട്ടും 50,000-ൽ താഴെ, 50,000-ൽ താഴെ മാത്രം ആളുകൾ അവിടെ കൂടിയത്. അവര് ജൻസിയുടെ പ്രതിനിധികളാണോ? അതാണ് ഉയർന്ന ചോദ്യം. ഇനി മറുപക്ഷം കൂടി ഒന്നുകൂടി ഞാൻ പറയുക. ഈ ഒരു സമരത്തിലെ തന്ത്രപരമായ വിജയം ഇനിയുള്ള കാലത്തും പുതിയ ആവശ്യവുമായി ഞങ്ങൾക്ക് വരാം എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഈ ജനസീക്കെതിരെ ജനഭാരതം ഉണരുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഞാനൊരു കാര്യം പറയാം. നമ്മളിവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളിലോ ഹിന്ദു ദേവാലയങ്ങളിലോ ഇസ്ലാമിക ദേവാലയങ്ങളിലോ കൃത്യമായി ദിവസവും വന്നും പോകുന്ന യുവജനങ്ങളുടെ വലിയൊരു വിഭാഗമുണ്ട്. മാത്രമല്ല അമൃതാനന്ദമേവടം, അല്ല ചിന്മയാനന്ദ മിഷൻ, അങ്ങനെ നിരവധി ആത്മീയ കേന്ദ്രങ്ങളിൽ അവിടെ പോലും ചെല്ലുന്ന, ഇന്നലെ ഒരു അനുഭവം ഞാൻ പറയാം. ആദിയോഗിയുടെ, ജഗ്ഗി വാസുദേവൻജിയുടെ സദ്ഗുരുവിന്റെ പേരില് ഗുരു പൗർണിമ ആചരിച്ച ദിവസമായി ഇന്നലെ. എൻ്റെ മകളുടെ പ്രേരണയാൽ, മകൾ പറഞ്ഞത് കേട്ട് ഞാനും ആ പരിപാടി ഇന്നലെ ഓൺലൈനായിട്ട് ദർശിച്ചു. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് സന്ദേശങ്ങൾ നിരവധി ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ ഒരു കാര്യം ഞാൻ കണ്ടത്, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി ഇതെടുത്ത് പറഞ്ഞത്, അവിടെ ആ സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർനെറ്റ് കൂട്ടായ്മയിൽ അദ്ദേഹത്തിൻ്റെ സന്നിധിയിലും എത്തിയവരുടെ എണ്ണത്തിൻ്റെ 10-1 അവിടെ കൂടിയതിന് 10-1 ജൻസിയിൽപ്പെട്ട ആളുകൾ, യുവതലമുറയിൽപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് ജന്തർ മന്ദറിൽ എണ്ണിയാലും തപ്പിയാലും അന്വേഷിച്ചാലും കിട്ടുകയില്ലായിരുന്നു. മാത്രമല്ല അവരുടെ ഭാഷ, അവരുടെ വേഷം, അവരുടെ മനസ്സിൽ, അവരുടെ മുഖത്തു നിന്നും തെളിയുന്ന പ്രകാശം ഭാരതത്തിനും മാനവികതയ്ക്കും പ്രതീക്ഷ നൽകുന്നതായിരുന്നു. മറ്റേടത്ത് എന്താ കണ്ടത്? മറ്റേടത്ത് അവരുപയോഗിച്ച ഭാഷയെക്കുറിച്ച് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല പറഞ്ഞു, സൂര്യനും ചന്ദ്രന്മാരും ഉള്ളിടത്തോളം കാലം നരേന്ദ്രമോദിയുടെ അമ്മയുമായിട്ട് എന്തോ ബാന്ധവം പുലർത്തും പോലും ഈ ജൻസിയിൽപ്പെട്ട ഈ കുട്ടികളെന്ന് പറയാം, അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ അത്തരത്തിലുള്ള ബാന്ധവം വേണ്ടത്ര നടത്തിയ ശേഷമാണോ നരേന്ദ്രമോദിയുടെ അമ്മയിലേക്ക് എത്തിയതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മളെ വിഷയം അതൊന്നുമല്ല. ഇതിനൊക്കെ അപ്പുറം ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള
1 ലക്ഷത്തോളം വരുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖകളുണ്ട്. ആ ശാഖകളിൽ ഈ ജൻസിയിൽപ്പെട്ട 5 പേര് പോകുന്നുണ്ടെന്ന് കണക്കാക്കിയാൽ പോലും 5 ലക്ഷം പേരാണ് വരുന്നത്. എന്തിനാ അവരെ പറയുന്നു? DYFI, യൂത്ത് കോൺഗ്രസ്, യുവമോർച്ച, SFI അല്ലെങ്കിൽ ഐസെ, ഇവരൊക്കെ പോലും ജന്തർ മന്ദിറിൽ കണ്ട ആ അഴിഞ്ഞാട്ടത്തിനും ആ 5 സ്റ്റാർ സ്റ്റൈലിലുള്ള ആഘോഷത്തിനും കൂട്ടുനിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ പറയുമ്പം അവിടെ കണ്ട ആ സമര വൈകൃതങ്ങൾ ഭാരതത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ ഒരു ഘടകമാകാൻ പോകുന്നില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ഇനിയും ഇത്തരം ഒരു പരിശ്രമം ഉണ്ടായാൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള ആ യുവസമൂഹത്തിൽപ്പെട്ട എല്ലാവരും നിശബ്ദരാവുകയോ മാറി നിൽക്കുകയോ കാഴ്ചക്കാരായി നിൽക്കുകയോ ചെയ്താലും 1 ലക്ഷം പേര് 1 ലക്ഷം ശാഖകളിലായി വിന്യസിക്കപ്പെട്ടിട്ടുള്ള സംഘത്തിൻ്റെ സ്വയം സേവകർ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സ്വയം സേവകർ അരുത് 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 എന്ന് അവിവേകം കാണിക്കുന്ന ജൻസി സമൂഹത്തോട് പറയുകയില്ല എന്ന് ആരും കരുതി സുഖമായിരിക്കണ്ട. ജസ്റ്റിസ് KT തോമസ് പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ അതിനുതകുന്ന ഒരു സമാന്തര ശക്തിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറഞ്ഞ കാര്യം മറക്കണ്ട. ഒഴിവാക്കാവുന്ന സന്ദർഭങ്ങളിൽ സാന്നിധ്യം പോലും വേണ്ട എന്ന് വെക്കുമായിരിക്കും. പക്ഷെ ഭാരതത്തെ ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ അമേരിക്കയുടെ സഹായത്തോടുകൂടി ഭാരതത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി വീണ്ടും ഒരു സാഹസത്തിന് തയ്യാറായാൽ സ്വാഭാവികമായും ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയോ ഭരണകൂടത്തിൻ്റെയോ പ്രതിരോധത്തിനപ്പുറം ജനകീയ പ്രതിരോധവും ഉണ്ടാകും എന്ന് കരുതിയിരിക്കണമെന്നാണ് ശത്രുപക്ഷത്തോട് പറയാനുള്ളത്. അതിലൊരു സംശയവുമില്ല. അങ്ങനെ വരുമ്പം ജൻസി എന്ന് പറയുന്നത് നമ്മൾ കണ്ടവരൊന്നും ജൻസിയുടെ സകാരാത്മകമായ സക്രിയമായ ഘടകമല്ലെന്നും അതിൽ വിപുലമായൊരു സമൂഹം ജൻസിയായിട്ട് തന്നെ പുതിയ തലമുറയായിട്ട് തന്നെ നന്മയ്ക്ക് വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെന്നും അവരുടെ പ്രവാഹം വന്നു കഴിഞ്ഞാൽ ഈ ജൻസി പോലെയുള്ള അഴുക്ക് ചാലുകൾക്ക്, അതായത് നന്മയുടെ ഗംഗാ പ്രവാഹം ഉണ്ടായിക്കഴിയുമ്പം അഴുക്ക് ചാലുകളും അതിൽ ഒളിച്ചു പോകും എന്ന് തന്നെ കരുതുകയാണ് നല്ലതുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി പ്രതിബദ്ധതയുള്ളവർക്കും ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും. സാർ, അവസാനമായിട്ട് ഈ ജൻസി വിഷയത്തിലൊരു ചോദ്യം. ഈ നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോൾ ഈ സാർ പറഞ്ഞ പോലെ ഒരു ജനകീയ പ്രതിരോധം, ഈ ജൻഭാരത് ഉണരുന്ന ഒരു പ്രതിരോധം തീർച്ചയായും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനി ഇതുപോലുള്ള സമരാഭാസങ്ങൾ ഉണ്ടായാലുണ്ടാകും. ഒരു സർക്കാർ എന്നുള്ള നിലയിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലും നരേന്ദ്രമോദി സർക്കാരിനും BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള സമരമായി തുടങ്ങി കലാപങ്ങളായി സമരാഭാസങ്ങളായി മാറുന്ന പ്രക്രിയകൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടുവാൻ അവർ സജ്ജരാണോ? ഞാനത് സീക്കിംഗ് ദ ട്രൂത്തിൽ തത്വമയിൽ തന്നെ പറഞ്ഞ ചർച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരിതോടുകൂടി വൈസറായിട്ടുണ്ട്. അതെ, സ്വാഭാവികമായിട്ടും ഒരു സുസജ്ജമായ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ തിയാനൻ സ്ക്വയറിലെ ആ 10,000-ഓളം വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തിയതുപോലെ ആവില്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ അവിടുത്തെ ആളുകളെ, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ ആളുകളോട് ഇടപെടുന്ന പോലെ ആവില്ല. അതുപോലെ മറ്റു പല രാജ്യങ്ങളും ചെയ്യുന്നത് പോലെ ചെയ്തില്ല. ഇപ്പോൾ എന്തിന്? ഇറാനിൽ നമ്മൾ ജനുവരിയിൽ കണ്ടു. 50,000-ഓളം പേർ മരിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരം. അതൊന്നും ആവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അതിശക്തമായ പ്രതിരോധം, കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആ പ്രതിരോധത്തിന് തയ്യാറാകുവാൻ നരേന്ദ്രമോദിയും സർക്കാരും തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ
ഒരു സംശയവും വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ അടിയുറച്ച വിശ്വാസം. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഇനി അടുത്ത വിഷയങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഈ ജൻസി കലാപത്തിൻ്റെ ഇനി വരും നാൾ വഴികൾ എന്തായിരിക്കും എന്നുള്ള, വരും ദിവസങ്ങളിലെ നാൾ വഴികൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകൾ ആ സമയത്താകാം. വളരെ നന്ദി സാർ. നമസ്കാരം. നമസ്തേ.